ഡോക്ടർ ഷൈജുമോൻ കൂടി ചേരുന്നുണ്ട്, സാമ്പത്തിക വിദഗ്ധൻ ടെലിഫോൺ ലൈനിൽ. ശ്രീ ഷൈജുമോൻ, ഇവിടെ രണ്ട് നിരീക്ഷണങ്ങളുണ്ട്. അതിലൊന്ന് സാമ്പത്തിക വശം പരിശോധിക്കുമ്പോൾ താങ്കൾ സാമ്പത്തിക വിദഗ്ധനായതുകൊണ്ട് ഞാൻ ആവശ്യത്തെക്കുറിച്ച് മാത്രമേ സൂചിപ്പിക്കുന്നുള്ളൂ. ഒരു ഭാഗത്ത് നമ്മുടെ സാധാരണക്കാരായ ആളുകൾ ഉൾപ്പെടെ അവരുടെ ക്ഷേമത്തിനുതകുന്ന പദ്ധതികൾക്ക് കാര്യമായ പരിഗണന നൽകാതിരിക്കുമ്പോഴാണ് ഇലോൺ മസ്കിനെ പോലെയുള്ളവർക്ക് ഇന്ത്യൻ വിപണി കൂടുതൽ തുറന്നു നൽകുന്നത്. അത് കാര്യമായ മാറ്റങ്ങളോ ഒരു ഉത്തേജനമോ ഒന്നും ഇന്ത്യൻ വിപണിയെ സൃഷ്ടിക്കാൻ പോകുന്നില്ല എന്ന ഒരു നിരീക്ഷണമുണ്ട്. അതേസമയം ഇത്തരം സാധ്യതകളെ കൂടി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് മാത്രമേ ഭരണകൂടങ്ങൾക്കും ഒരു സാമ്പത്തിക മേഖലയ്ക്ക് ഊന്നൽ നൽകുന്ന സംവിധാനങ്ങൾക്കും മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ എന്ന നിരീക്ഷണവുമുണ്ട്. താങ്കൾ ഇതിൽ ഏത് പക്ഷത്തോടൊപ്പമാണ് നിൽക്കുന്നത്? അഭിലാഷ്, എനിക്ക് ആദ്യമായി പറയാനുള്ളത്, നമ്മൾ ടെസ്ല പോലെയുള്ള കമ്പനികൾ ഇന്ത്യയിൽ വരുന്നതിനെ പറ്റി നമുക്ക് നേരത്തെ തന്നെ അത് തീരുമാനിച്ചിരുന്നതാണ്, അല്ലെങ്കിൽ നേരത്തെ തന്നെ മൂവ്മെന്റ് ഉണ്ടായിരുന്നതാണ്. അപ്പൊ എന്തുകൊണ്ടാണ് ടെസ്ല പോലുള്ള കമ്പനികൾ വരുന്നത്, എന്തുകൊണ്ടാണ് ഇത് വരേണ്ടത്? ആദ്യമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, രാജ്യത്തിലെ ജനസംഖ്യയുടെ 65% 35 വയസ്സിൽ താഴെയുള്ളവർ. യങ് ഇന്ത്യ എന്നാണ് അറിയപ്പെടുന്നത്. ഇതിൽ തന്നെ ഏറ്റവും നല്ല എംപ്ലോയബിൾ സ്കില്ലുള്ള ആൾക്കാരെല്ലാം നമ്മുടെ രാജ്യത്ത് നിന്ന് മൈഗ്രേറ്റ് ചെയ്ത് മറ്റു രാജ്യങ്ങളിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ദാറ്റ് ഈസ് ആക്ച്വലി ഹാപ്പനിങ് ഫ്രം നമ്മുടെ അണ്ടർ ഗ്രാജുവേറ്റ് എഡ്യൂക്കേഷൻ തൊട്ട് ഇത് ട്രാൻസ്ഫർ ചെയ്യാണ്. ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇതിന്റെ പ്രധാനപ്പെട്ട റീസൺ എന്ന് പറയുന്നത്, നമ്മുടെ ഇവിടുത്തെ ഇക്കോസിസ്റ്റം ഗ്ലോബൽ ഡെവലപ്മെന്റ് അനുസരിച്ച്, അല്ലെങ്കിൽ ഈ 4ാം തലമുറ വ്യാവസായിക വിപ്ലവം എന്നറിയപ്പെടുന്ന, ഇപ്പം AI അല്ലെങ്കിൽ ML അല്ലെങ്കിൽ ഡേറ്റ അനലിറ്റിക്സ്, ഇന്റലിജന്റ് മെഷീൻസ് ഒക്കെ ഉപയോഗിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മൾ അതിനനുസരിച്ചുള്ള ഇൻഡസ്ട്രിയൽ എക്കോസിസ്റ്റം ക്രിയേറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഏറ്റവും നല്ല തൊഴിലാളികൾ മറ്റു രാജ്യങ്ങളിലേക്ക്, അല്ലെങ്കിൽ ഏറ്റവും നല്ല യങ്സ്റ്റേഴ്സ് മറ്റു രാജ്യങ്ങളിലേക്ക് മൈഗ്രേറ്റ് ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുന്ന വസ്തുതയാണ്. രണ്ടാമത്തെ കാര്യം ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയെ പറ്റിയാണ്. നമ്മൾ എപ്പോഴും ഗ്രോത്ത് പ്രഡിക്റ്റ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഒരു രാജ്യത്തിന്റെ, പ്രത്യേകിച്ച് ഇന്ത്യയെ പോലുള്ള ഡെവലപ്പിംഗ് കൺട്രിയുടെ ഗ്രോത്ത് പറയുമ്പം 1-2 സെക്ടേഴ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒന്നാണ് ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി, മറ്റൊരു ടൂറിസമാണ്, കൺസ്ട്രക്ഷൻ സെക്ടറാണ്. ഇതിലൊക്കെ ഗ്രോത്ത് ഉണ്ടായാൽ തീർച്ചയായിട്ടും മുഴുവനുള്ള GDP-യിലും വളരെ ഗ്രോത്ത് ഉണ്ടാവും. അപ്പൊ ഏറ്റവും കൂടുതൽ എംപ്ലോയ്മെന്റ് മൾട്ടിപ്ലയർ എഫക്ട് ഉണ്ടാകുന്ന സെക്ടേഴ്സ് ആണ് ഈ 3 സെക്ടേഴ്സ്. ഈ സെക്ടറിൽ ഇതുപോലുള്ള ഒരു ലോകോത്തര കമ്പനി വരികയാണെങ്കിൽ, അവർ ഉത്പാദിപ്പിക്കുകയാണെങ്കിൽ, തീർച്ചയായിട്ടും 2-3 ഡയമെൻഷൻസ്. ഒന്ന്, അതിനനുസരിച്ചുള്ള എഡ്യൂക്കേഷൻ സിസ്റ്റവും സപ്പോർട്ടിംഗ് സിസ്റ്റവും ഡെവലപ്പ് ചെയ്യും. 2 എന്ന് പറയുന്നത് എംപ്ലോയ്മെന്റ് മൾട്ടിപ്ലയർ എഫക്ട് ഉണ്ടാവും. ഡയറക്റ്റ് എംപ്ലോയ്മെന്റ് മാത്രമല്ല, ഇൻഡയറക്റ്റ് എംപ്ലോയ്മെന്റ് കൂടുതലുണ്ടാവും. 3 എന്ന് പറയുന്നത്, നമ്മുടെ അർബൻ പോപ്പുലേഷൻ നമ്മൾ നോക്കിയാൽ ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ അർബൻ പോപ്പുലേഷൻ ഉള്ള രാജ്യമാണ് ഇന്ത്യ. അതായത് മൊത്തം ജനസംഖ്യയുടെ ഏകദേശം 30% അർബൻ പോപ്പുലേഷൻ ആണ്. അത് ഏകദേശം തന്നെ 50 കോടിയിൽ പുറത്ത് ആൾക്കാർ വരും. 50-60 കോടിയോളം ആൾക്കാർ തന്നെയുണ്ട്. അപ്പൊ ഇത്രയും ആൾക്കാർ ഉള്ള ഒരു രാജ്യത്ത് അങ്ങനെയുള്ള ഡിമാൻഡിങ് കെറ്റർ ചെയ്യണം. നമ്മൾ അത് ഇമ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഫോറിൻ എക്സ്ചേഞ്ച് പുറത്തോട്ട് പോകാൻ. അപ്പൊ ഇത്തരമുള്ള കമ്പനികൾ അട്രാക്ട് ചെയ്യുമ്പോൾ നമ്മുടെ തൊഴിൽ രീതി അല്ലെങ്കിൽ തൊഴിൽ സ്ട്രക്ചർ മാറണം. അല്ലെങ്കിൽ പഴയ തരം തൊഴിൽ വെച്ചുകൊണ്ട് പുതിയ ഇക്കോണമിയെ സൃഷ്ടിച്ചെടുക്കാൻ ഒരിക്കലും കഴിയില്ല. അപ്പൊ തൊഴിൽ സ്ട്രക്ചർ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ സ്പേസ് ഇൻഡസ്ട്രീസ് വളരെയേറെ കൂടുതൽ ഫ്ലറിഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യയിൽ. കൂടുതൽ ഫോറിൻ കമ്പനീസ് വരികയാണ്, കാരണം സ്പേസ് ഓപ്പൺ അപ്പ് ചെയ്തു. ഈ ഓപ്പൺ അപ്പ് ചെയ്തതുകൊണ്ട് മാത്രം ഇത് മുതലാളിത്വവും അല്ലെങ്കിൽ തൊഴിലാളി എന്നുള്ള രീതിയിലേക്ക് മാറി. നമ്മളിപ്പോൾ ഒരിക്കലും എന്റെ ഒപ്പീനിയനിലാണെങ്കിൽ മുതലാളിത്ത രാജ്യം അല്ലെങ്കിൽ സോഷ്യലിസ്റ്റ് കൺട്രി എന്നുള്ള കോൺസെപ്റ്റ് നെവർ എവർ എക്സിസ്റ്റഡ്. ഇതൊരു റിലേറ്റീവ് കോൺസെപ്റ്റ് ആണ്. ഇപ്പം US തന്നെ നോക്കിക്കോളൂ, ഏറ്റവും കൂടുതൽ വെൽഫെയർ ഉള്ള രാജ്യമാണ് US. അപ്പൊ നമ്മൾ അവിടുത്തെ ബെനിഫിറ്റ് കൊണ്ടുവരിക. പിന്നെ കൂടാതെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്, ഇങ്ങനെയുള്ള കമ്പനികൾ വരുമ്പോൾ നമ്മുടെ നിയമപ്രകാരം, നമ്മുടെ നിയമത്തിനനുസരിച്ച്, നമ്മുടെ രാജ്യത്തിന് വിധേയമായിട്ട് രാജ്യത്തിന്റെ സോവറിനിറ്റിയെ തകർക്കാത്ത രീതിയിൽ നമ്മൾ അവരെ കൺട്രോൾ ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, പ്രൊഡക്ഷൻ നടത്താൻ പറ്റണം, എംപ്ലോയ്മെന്റ് ജനറേഷൻ നടത്താൻ പറ്റണം. അല്ലാതെ നമ്മൾ ഒരിക്കലും ഇത് മാറി നിന്നാൽ ഏറ്റവും വലിയ പോപ്പുലസ് രാജ്യമായ ഇന്ത്യക്ക് ഇതുപോലുള്ള ഇൻവെസ്റ്റ്മെന്റുകൾ അത്യാവശ്യമാണ്. ഇനിയിപ്പം തന്നെ നമ്മൾ മൾട്ടി ബ്രാൻഡ് റീറ്റെയിൽ ബിസിനസിന്റെ FDI, കംപ്ലീറ്റ് FDI അനുവദിക്കാൻ പോവാണ് 100%. നമ്മൾ ഇതുവരെ മൾട്ടി ബ്രാൻഡ് റീറ്റെയിലിൽ നമ്മൾ അനുവദിച്ചിട്ടില്ല. അതുകൊണ്ട് വാൾമാർട്ട് പോലുള്ള കമ്പനികൾ വരാൻ പോവാണ്. ഇതൊക്കെ രാജ്യത്തിന് അത്യാവശ്യമാണ്. എന്തുകൊണ്ടാണ് രാജ്യത്തെ ചെറുപ്പക്കാർ മറ്റു രാജ്യങ്ങളിലേക്ക്? അവിടെ താങ്കൾ ഈ ചെറുപ്പക്കാരെ കുറിച്ച് ആവർത്തിച്ച് പറയുമ്പോൾ ശ്രീ അനിൽ പറഞ്ഞൊരു കാര്യം, അതിനെ നമുക്ക് തള്ളിക്കളയാനൊന്നും സാധിക്കില്ല. കാരണം മറ്റു പല രാജ്യങ്ങളിലും അടക്കം ഈ തൊഴിലാളികളുമായി ബന്ധപ്പെട്ട് വിരുദ്ധമായ, അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തെ ഒരു സംസ്കാരം അറിയാമല്ലോ, തൊഴിൽ സംസ്കാരം. അതിലും ഇപ്പോൾ വലിയ പ്രഷർ തൊഴിലാളികൾ നേരിടുന്ന, കൂടുതൽ സമയം ജോലി ചെയ്യേണ്ടി വരുന്ന ഒക്കെ സാഹചര്യം ഉണ്ടാകുന്നു. ഇത്തരം കമ്പനികളും തൊഴിൽ ചൂഷണത്തിന് കൂടി വഴിയൊരുക്കാനുള്ള സാധ്യതയുണ്ട് എന്നത് മാറ്റി നിർത്താനാവില്ലല്ലോ. അല്ല, ഒരിക്കലും
ഒരിക്കലും അതല്ല, നമ്മൾ ആ രീതിയിലല്ല കാണേണ്ടത്. അത്തരത്തിൽ ചില ഇപ്പൊ ഏണസ്റ്റ് ആൻഡ് യങ്ങിന്റെയും ചില മെക്കൻസിയുടെയും കമ്പനികളുടെ ചില റിപ്പോർട്ടുകൾ നമ്മൾ വന്നിട്ടുണ്ട്. അത് കൂടുതൽ സർവീസ് സെക്ടറിൽ ഓവർ യൂസ് ചെയ്ത് എക്സ്പ്ലോയിറ്റ് ചെയ്തു എന്ന് പറയും. ഞാനൊരു വിദേശ രാജ്യത്ത്, ഈ പറഞ്ഞ US രാജ്യത്തൊക്കെ 3-4 വർഷത്തോളം ജീവിച്ച ആളാണ്. എനിക്കറിയാം, അത് ഇപ്പോഴെങ്കിലും അല്ല, വർഷങ്ങൾക്ക് മുമ്പ്. അപ്പോഴൊക്കെ അവിടെ ഉണ്ടായിരുന്ന തൊഴിൽ സംസ്കാരം എന്താ നന്നായിട്ട് നമ്മൾ ഇതൊന്നും അറിയാതെ പത്രത്തിലും മറ്റും റിപ്പോർട്ട് ചെയ്യുന്നത് മാത്രം വെച്ച് സംസാരിക്കാതിരിക്കുക. അവിടെയും ഈ ഒരുപാട് രീതിയിൽ അല്ലെങ്കിൽ ജോബ് പ്രൊട്ടക്ഷനും ലേബർ പ്രൊട്ടക്ഷനും ഒക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. എക്സ്പ്ലോയിറ്റേഷൻ അല്ല, ഇവിടെ എക്സ്പ്ലോയിറ്റേഷൻ ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇവിടെ അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ലേബർ ഗവൺമെന്റ് മോണിറ്ററിംഗ് മെക്കാനിസം സ്ട്രെങ്തൻ ചെയ്ത് അത് ഒരു ബാൻ ചെയ്ത് നിർത്തുകയല്ല ചെയ്യേണ്ട. അവരെ കൊണ്ടുവന്നിട്ട് നമ്മുടെ ഈ സിസ്റ്റത്തിനനുസരിച്ച് പാകപ്പെടുത്തി എടുത്ത് വളർത്തിക്കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. കാരണം അങ്ങനെ രീതിയിൽ അവർ വരും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയാണ് ഏറ്റവും വലിയ മാർക്കറ്റ്, ഏറ്റവും വലിയ പോപ്പുലേഷൻ ഉള്ള കൺട്രി ഇന്ത്യയാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും അവർ വിദേശത്ത് ഉത്പാദിപ്പിച്ച് ഇവിടെ സാധനം കൊണ്ട് വരുന്നതിന് പകരം ഇവിടെ തന്നെ ഉത്പാദിപ്പിക്കാൻ ശ്രമിക്കും. അങ്ങനെ വരുമ്പം വേറൊരു ആസ്പെക്റ്റും കൂടെ ഉണ്ട്, അത് ടെക്നോളജി ഡിഫ്യൂഷൻ എന്ന് പറയും. അതായത് അവർ കൊണ്ടുവരുന്ന ടെക്നോളജി ഡിഫ്യൂസ് ചെയ്യും. അങ്ങനെ ഡിഫ്യൂസ് ചെയ്യുമ്പോൾ അത് ഇന്ത്യൻ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ അറിയാമല്ലോ, മാരുതി എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും വലിയ റവല്യൂഷനായി ലോവർ മിഡിൽ ഇൻകം ക്ലാസിന്റെ ബഡ്ജറ്റ് കാറുകൾ ഉത്പാദിപ്പിച്ചുകൊണ്ട്. എങ്ങനെയാണ് അവരായത്? മാരുതി സുസുക്കി എന്നുള്ള കമ്പനിയായിട്ട് കൊളാബറേറ്റ് ചെയ്തുകൊണ്ട് മാത്രമാണ്. അങ്ങനെ ഒരു എഞ്ചിൻ ഡെവലപ്പ് ചെയ്തുകൊണ്ട് മാത്രമാണ് ലോകത്തിൽ തന്നെ ലോകോത്തര കാറുകൾ നിർമ്മിക്കാൻ അവർ കഴിഞ്ഞത്. ഇതുപോലെ ടെസ്ല ഓട്ടോണമസ് വെഹിക്കിൾസ് ആണ് അവർ ഫോക്കസ് ചെയ്യുന്നത്. അങ്ങനെയുള്ള വെഹിക്കിൾസ് വരുമ്പോൾ ഇന്ത്യയുമായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്ത് ഇന്ത്യൻ കമ്പനികൾക്ക് പലരും അങ്ങനെയുള്ള പവറുള്ള കമ്പനീസ് ഉണ്ട് ഇപ്പോൾ. അപ്പൊ അങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ടെക്നോളജി ഡിഫ്യൂഷൻ ഉണ്ടാവുകയും ആ ടെക്നോളജി ഡിഫ്യൂഷനിലൂടെ കൂടുതൽ കോസ്റ്റ് കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള പ്രോഡക്ട്സ് പ്രൊഡ്യൂസ് ചെയ്യുകയും അതും എംപ്ലോയ്മെന്റ് ജനറേഷനും ഇൻകം ജനറേഷനും ഇന്ത്യയുടെ ഗ്രോത്തിലും തീർച്ചയായിട്ടും ഉതകുകയും ചെയ്യും എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. റൈറ്റ്, വളരെ നന്ദി ശ്രീ ഷൈജു, ഡോക്ടർ ഷൈജുമോൻ ഞങ്ങളോട് പ്രതികരിച്ചതിന്. ശ്രീ